എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 1 ശ്ലോകം 43, 44, 45, 46, 47, 48, 49 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ തലമുടിന്ന് ദേവകിയുടെ തലമുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് കംസൻ വാള് ഉയർത്തി പിടിച്ചിട്ട്. വെട്ടണില്ല എന്ന് മാത്രമേ ഉള്ളൂ. തന്റെ മരണം തങ്ങളെ ആലോചിക്കുമ്പോ കൊല്ലണം എന്ന് തോന്നുന്നുണ്ട്. വസുദേവരുടെ വാക്ക് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക കംസ. വീണ്ടും പറയണു സുദേവര്. ശ്ലോകം 43. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്യോതിർയഥൈവോദക പാർത്ഥിവേശ്വത സമീരവേഗാനുഗതം വിഭാവ്യത്തെ ഏവം സ്വമായാരജിതേഷ്വസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി. ഇപ്പോ രാജാവിന്റെ ദേഹം സിദ്ധിച്ചിട്ടുണ്ട്. ഇനി ഏതു വിധത്തിലുള്ള ദേഹമാണ് കിട്ടുന്നത് എന്നറിയോ? അറിയില്ല. എന്ത് കൃത്യം ചെയ്തിട്ടും അകൃത്യം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടെങ്കിലും ഈ ദേഹത്തെ കഴിയുന്നിടത്തോളം രക്ഷിക്കണമെന്നാണ് അങ്ങനെ വിചാരിക്കണമെങ്കിൽ എന്താ സമാധാനം പറയുകയാണ്. സൂര്യാദികളായ ജ്യോതിർമണ്ഡലങ്ങള്, സൂര്യൻ ചന്ദ്രൻ മുതലായ ജ്യോതിർമണ്ഡലങ്ങള് തടാകത്തിലൊക്കെ അങ്ങനെ പ്രതിഫലിക്കും അല്ലെ? നക്ഷത്രങ്ങളും എല്ലാം പ്രതിഫലിക്കും. പിന്നെ വെള്ളം നിറച്ചു വെച്ചിരിക്കണ എല്ലാ പാത്രങ്ങളിലും പ്രതിബിംബിച്ചു കാണും. അപ്പോ ആ കാറ്റിന്റെ ചലനം അനുസരിച്ച് ആ പ്രതിബിംബങ്ങൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ട് അനുഭവപ്പെടണം. ഈ കാറ്റ് ജലത്തിൽ തട്ടുമ്പോൾ ജലം ഇളകുന്നതാണ്. ജലമാകുന്ന ഉപാധിയുടെ ഇളക്ക നിമിത്തം അതിൽ കാണപ്പെടുന്ന പ്രതിബിംബങ്ങൾ ഇളകുന്നതായിട്ട് കാണപ്പെടുന്നതല്ലാതെ ശരിക്കും പരമാർത്ഥത്തിൽ അതിനെ ഒരിക്കലും ഇളക്കില്ലല്ലോ. ഇതുപോലെയാണ് ആത്മാവും തന്റെ മായാശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആ ഗുണവികാരങ്ങളായ ദേഹങ്ങളില് ആ സ്നേഹം. എന്റെ ശരീരമാണ് ഞാൻ എന്നാണ് എല്ലാവരുടെയും വിചാരം അല്ലെ? അപ്പൊ ദേഹം തന്നെ താൻ ഞാൻ എന്ന് അഭിമാനിക്കുകയാണ്. ഇങ്ങനെ സ്വരൂപഭൂതമായിരിക്കുന്ന ആ സ്നേഹത്തെ, പ്രേമത്തെ ശരീരത്തിലുണ്ടാകുന്ന ആ കാർഷ്യം, സ്ഥൗല്യം, മെലിഞ്ഞത്, തടിച്ചത് എന്നൊക്കെയുള്ള ആ ഗുണങ്ങളെ തന്നിലും ഉള്ളതാണെന്ന് കരുതാണ്. അതാണ് മായ. ഈ ദേഹസ്നേഹം സർവ ശരീരങ്ങൾക്കും ഉള്ള തുല്യം തന്നെയാണ്. ശരീരം എടുത്ത ഏത് മൃഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെയാണ് ദേഹസ്നേഹം. ഒരു മഹാരാജാവ് എല്ലാവിധ വിഭവങ്ങളോടും കൂടി 6 ഷഡ്രസങ്ങളോടുകൂടി 6 വിധ രസങ്ങളോടുകൂടി ആ ദിവ്യമായ അന്നം ഭുജിക്കുകയും അതിസുന്ദരിയായ ഭാര്യയോട് കൂടിയിട്ട് ചേർന്ന് ഇങ്ങനെ ഉല്ലസിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ആനന്ദിക്കുന്നുണ്ടോ അതിലൊട്ടും കുറയാത്ത വിധത്തിൽ ഈ പന്നികളും സുഖരാതി ജന്തുക്കളും അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടാദികളായ അശുദ്ധ വസ്തുക്കളെ പൂജിക്കുമ്പോഴും അവരുടെ ആ ഇണകളോട് ചേരുമ്പോഴും ആനന്ദിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആനന്ദം എന്നതൊക്കെ ആത്മധർമ്മങ്ങളാണ്. സൗന്ദര്യാദികളോ അത് ശരീരധർമ്മങ്ങളാണ്. ഇവയ്ക്ക് അന്യോന്യ അധ്യാസ നിമിത്താണ് സ്നേഹം തോന്നുന്നത്. ഈ അധ്യാസം, ഈ മായ സർവ പ്രാണികളിലും തുല്യമാണ്. അപ്പോ ഒരാള് എന്റെ ദേഹം രാജദേഹമാണെന്ന് നടിക്കുന്നതും അതിൻ്റെത് സൂകരദേഹമാണ്, അത് നികൃഷ്ടാണ് എന്ന് വിചാരിക്കണമൊക്കെ മോഹം കൊണ്ടല്ലേ, മായ കൊണ്ടല്ലേ. ദേഹ സ്നേഹാവസ്ഥയിലെ വിശേഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ രാജദേഹത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഘോരകർമ്മത്തിന് തുടങ്ങുന്നത് എന്ന് പറയുന്ന പക്ഷം അതുകൊണ്ട് വിശേഷ പ്രയോജനമൊന്നുമില്ല. ഈ മാതിരി ദേഹസ്നേഹം ഏത് ദേഹം സിദ്ധിക്കുമ്പോഴും ഉണ്ടാവും എന്നാണ് വസുദേവര് കംസനോട് പറഞ്ഞു കൊടുക്കുന്നത്. തസ്മാന്ന കസ്യചിൽ ദ്രോഹം ആചരേൽ സ തഥാവിധ ആത്മനക്ഷേമമന്വിച്ഛൻ ദ്രോഗ്ധുർവൈ പരതോ ഭയം. മുകളിൽ പറഞ്ഞ വിധം ആ സാമോപായം കൊണ്ട് സമാധാനിപ്പിച്ചിട്ടും ശാന്തമായില്ല കംസൻ. ആ മുടിയിലെ ചുറ്റിപ്പിടിച്ചിങ്ങനെ ക്രോധത്തോടുകൂടി വാളുയർത്തി പിടിച്ചിങ്ങനെ നിൽക്കുക കംസൻ. പിന്നെയും പറയുന്നു, സർവ്വദേഹത്തെയും അതത് നിലയിൽ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ തന്റെ ക്ഷേമത്തെ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യണമെന്ന് ചിന്തിക്കരുത്. തന്റെ ശരീരം തനിക്ക് ഏതുവിധം പ്രേമാസ്പദമായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മറ്റൊരുൾക്ക് അവന്റെ ദേഹവും പരമപ്രേമാസ്പദമാണ് എന്ന് ആലോചിക്കണം. അതെന്താ അങ്ങ് ആലോചിക്കാത്ത? അങ്ങനെ ആലോചിക്കാതെ തനിക്ക് ബലമുണ്ടെന്നും അന്യൻ ബലഹീനനാണെന്നും വിചാരിച്ച് പരന്മാരെ ദ്രോഹിച്ചാൽ താരം കിട്ടുമ്പോ ദ്രോഹിക്കപ്പെട്ടവര് ഈ ലോകത്തിൽ തന്നെ ഇവനെ ഉപദ്രവിക്കും. മരിച്ചാല് ദുഷ്ടന്മാരെ ശാസിക്കുന്ന ദേവനായ യമനും
കഠിനമായി ശിക്ഷിക്കും. അങ്ങ് മനസ്സിലാക്കൂ. അതുകൊണ്ട് പരദ്രോഹം ചെയ്യുന്നവന് ഇഹത്തിലും പരത്തിലും ഭയം നിശ്ചയമായിട്ടുണ്ട് എന്നൊക്കെ പിന്നെയും പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല കംസന്റെ അടുത്ത്. ഏഷാ തവാനുജാ ബാല കൃപണാ പുത്രികോപമ ഹന്തും നാർഹസി കല്യാണിം ഇമാം ത്വം ദീനവത്സല. പിന്നെയും സാമം തന്നെ പറയണു, ശാന്തമായിട്ട് പറയാണ്, ഇവള് ഐഹിക സുഖങ്ങൾ ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ചെറു പൈതലല്ലേ. എത്ര പ്രായം കുറവാ അങ്ങയുടെ ഈ അനിയത്തിക്ക്, അങ്ങയുടെ സഹോദരി. നിങ്ങൾക്ക് അന്യോന്യമുള്ള ഈ വിശ്വാസ വാത്സല്യാദി ഗുണങ്ങൾ നിമിത്തം പുത്രിക്ക് തുല്യല്ലേ ദേവകി. പറയണു മഹാരാജാവ്, അവിടെ അങ്ങ് ഈ വാളെടുത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇളക്കല്ലാതെ മരപ്പാവ നിൽക്കുന്നത് പോലെ അതിദുഃഖിതയായിട്ട് നിൽക്കുകയല്ലേ ദേവകി. ഒന്ന് നോക്കൂ അവളെ, ആ കല്യാണ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഇവിടെ ഹനിക്കുന്നത്. ദുഃഖിതരിൽ വളരെ വാത്സല്യമുള്ളവൻ എന്ന് പേര് കേട്ടിരിക്കുന്ന അങ്ങേക്ക് ഒട്ടും യോഗ്യമല്ല. വെറുതെ പറയാ ദുഃഖിതരില് വളരെ വാത്സല്യമുള്ളവനെന്ന് കംസനെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാലും പിന്നെയും പൊക്കി പറയാ. അതുകൊണ്ട് ഭഗിനീവധ രൂപമായ ഈ സാഹസകർമ്മത്തിൽ നിന്ന് പിന്തിരിയൂ. ശ്രീശുക ഉവാച ഏവം സസാമഭിർഭേദേ ബോധ്യമാനോപി ദാരുണ നന്യവർത്തത ഗൗരവ്യ പുരുഷാദാൻ അനുവ്രത. പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നു ശ്രീശുക ബ്രഹ്മർഷി, കുരുകുലത്തിലെ ഉത്ഭവിച്ചിരിക്കുന്ന ഹേ സുബുദ്ധേ, ആ കംസൻ സ്വതേ ദുഷ്ടനും ആസുര ഗുണങ്ങളെ തികഞ്ഞവനുമായതുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞ വിധം സാമവാക്കുകളോ ഭേദവാക്കുകളും കൊണ്ടൊന്നും വാസുദേവൻ കഴിയുന്ന വിധം ഉപദേശിച്ചു. എങ്കിലും സഹോദരീവധരൂപായ ആരംഭത്തിൽ നിന്ന് അവൻ മടങ്ങിയില്ല ആ കംസൻ. പിന്നെയും വാളുയർത്തി ഇങ്ങനെ പിടിച്ച് വെട്ടാനായിട്ട് തലമുടി കെട്ടുന്നു വിട്ടട്ടേയില്ല ആ കയ്യ്. അവരുടെ കൊല്ലാൻ തന്നെ വാളോങ്ങിക്കൊണ്ട് നിൽക്കണു. കേശപാശത്തെ വിടാതിരിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം നിർബന്ധം തസ്യതം ജ്ഞാത്വാ വിചിന്യ ആനകദുന്ദുഭി പ്രാപ്തം കാലം പ്രതിവ്യൂഢും ഇദം തത്ര അന്വപദ്യത. ജനനം മുതൽക്ക് തന്നെ ഈശ്വരാനുഗ്രഹത്തിന് പാത്രമായിരിക്കുന്ന വസുദേവൻ കംസൻ ആ ഭഗിനിയെ സഹോദരിയെ ഹനിക്കാൻ ഉറച്ചത് കൊണ്ട് തന്നെയാണ് നിൽക്കണമെന്ന് മനസ്സിലാക്കി. ഇനി ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് നല്ലോണം അവിടെ മനസ്സിലായി വസുദേവർക്ക്. വന്നു ചേർന്നിരിക്കണ ഈ ആപത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് തടുക്കാൻ എന്താ ഒരു വഴി. അങ്ങനെ വളരെ ആലോചിച്ചപ്പോ ഒരു സംഗതി അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നുകയാണ്. മൃത്യുർ ബുദ്ധിമതാബോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിന. ബുദ്ധിമാന്മാരായ പുരുഷന്മാര് മരണത്തെ തടുക്കാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. തന്റെ ബുദ്ധിശക്തിക്കും ദേഹശക്തിക്കും അനുസരിച്ച വിധമൊക്കെ പ്രയത്നിച്ചിട്ടും മരണം വിട്ടുപോകാതെ അവസാനം ബാധിക്കുന്നതായ അതില് പ്രയത്നം വേണ്ടതുപോലെ ചെയ്തില്ല എന്നുള്ള ഉപേക്ഷാരൂപമായ കുറ്റം പുരുഷന് ഇരിക്കില്ലല്ലോ. അത് വന്നു ചേരാൻ പാടില്ലല്ലോ. ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഈ ദേവകിയെ വധിക്കുക എന്നുള്ളത് അതൊന്ന് തടുക്കണം. അതിന് അത്രയും പ്രയത്നിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഒരു കുറ്റബോധം തോന്നാൻ ഇടവരരുത്. അതാണ് വസുദേവര് വിചാരിക്കുന്നത്. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യതി ജായേരൻ മൃത്യുവാ നമ്രിയേത ചേത്. തന്റെ ഭാര്യയുടെ ആസന്ന മരണത്തെ തടുക്കാൻ കഴിയുന്ന പരിശ്രമം മുഴുവനും ചെയ്തില്ല എന്നുള്ള ആ ഒരു ദോഷം തന്നെ ബാധിക്കാതിരിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി ആലോചിച്ചു നോക്കുകയാണ് എന്താ പറയേണ്ടതെന്ന് വസുദേവര്. അങ്ങനെ അതിദുഃഖിതയും ഞാനല്ലാതെ ഇപ്പോ മറ്റൊരാശ്രയവും ഇല്ലാതിരിക്കുന്ന ഇവളെ മരണത്തിൽ നിന്ന് വിടർത്താൻ വേണ്ടി എനിക്ക് ഇവളിലുണ്ടാകുന്ന പുത്രന്മാരെ കാലനെ പോലെ നിൽക്കുന്ന ഈ കംസന് കൊടുത്ത് ഇവളെ രക്ഷിക്കാം എന്ന് വിചാരിക്കുക. ആ പുത്രന്മാരെ വധിക്കാൻ കൊടുക്കുന്നതും കഷ്ടല്ലേ എന്ന് ഇപ്പൊ ആലോചിക്കണ്ട. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഇവളിൽ പുത്രന്മാര് ജനിക്കോ ഇല്ലോ എന്ന് തന്നെ നിശ്ചയില്ല. ജനിക്കുന്നതായ അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ വരിക, അതും അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരട്ടെ. പക്ഷെ ഇപ്പൊ അവളെ രക്ഷിക്കണം മരണത്തിൽ നിന്ന്. ആ കാലം വരെ ഈ അന്ധകരൂപനായിരിക്കുന്ന ഇവന് തന്നെ നാശമുണ്ടായില്ലെന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയും.
അതിനു മുമ്പ് ഇവന് നാശം വന്നാലോ? അങ്ങനെ മരിച്ചാൽ അന്യായമൊന്നും കൂടാതെ കഴിയുകയും ചെയ്യും. അതിനു മുമ്പ് ഈ കംസന്റെ മരണം സംഭവിച്ചാൽ പിന്നെ അന്യായമൊന്നും കൂടാതെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാം എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഉണ്ടാവുന്ന പുത്രന്മാരെല്ലാം അങ്ങക്ക് കാഴ്ചവെക്കാം, എന്നാ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറയുന്നു വസുദേവര് കംസനോട്. അപ്പോഴാണ് വസുദേവര് പറഞ്ഞത് സത്യമാണെന്ന്. വസുദേവരുടെ സത്യസന്ധത കംസന് നല്ലോണം അറിയാം. അതുകൊണ്ട് അപ്പോഴാണ് ആ തലമുടിയിൽ നിന്നൊന്ന് വിട്ട് വാള് ഊരി ഉറയിൽ തന്നെ ഇട്ടത് എന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ